ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞ് 100-200 തരുമായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി ചേച്ചി സൂക്ഷിച്ചു കാരണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ ആ വെട്ടിലെത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ അതെ, ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ശരി. നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. എന്തായാലും ശോഭ ചേച്ചി വരില്ല. എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കെ, എന്റെ നാളെ രാവിലത്തെ ജോഗിങ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ചായ ഇടും. എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും. ബാക്കി നീ ചെയ്താൽ മതി. ഹാപ്പി? നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മളെ വിളിക്കാൻ? എന്താ കാര്യം? മരത്തേന്ന് വീണ കാര്യം. ആ വീണല്ലേ? എന്താ പറ്റിയേ? ഓ ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ ഏതായാലും പ്ലാവ് മുറിച്ചേക്കാം. നമ്മുടെ സെക്രട്ടറി 2 ദിവസത്തിനുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ് അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചൊലയും മാത്രം വെട്ടിയാ മതി. ഏയ് അതാകെ അങ്ങ് വെട്ടാം. ചപ്പും ചവറും ചകിടി ഞങ്ങൾക്കും അതൊരു ശല്യ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്. നാളെ നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നു. പിന്നെ ഡിന്നർ എവിടെ? താജിൽ. താജിലോ? നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ ആണോ? അതിന് നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. അത് അനുഭവിക്കാത്തവരായി ആരാണുള്ളത്? ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നടക്കാം. നമുക്ക് ശരിയാ. ഇത് കണ്ടോ? നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ? ഇനി ഇത് എങ്ങനെ ഒന്ന് വൃത്തിയാക്കാം? ഇത് ഞാൻ വൃത്തിയാക്കും. ഞാൻ വൃത്തിയാക്കും. കെട്ടികളുടെ കൂടുതൽ അടുക്കളപ്പണിയെ കഴിഞ്ഞാ? ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ? നീ തന്നെ വന്ന് വൃത്തിയാക്ക്. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തോ പറയൂല. വെറുതെ തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാഘോഷയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്രയൊന്നും വരത്തില്ലല്ലോ അല്ലേ? ആഹാ, ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? നിങ്ങൾ പോ. ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങോട്ട് ഓ ഞാൻ നോക്കിക്കോളാം. ഇതൊരു മനുഷ്യനാണ്. വേറെ പണിയുണ്ട്. ഹലോ, ഐഡിഫിക്സ് വിലാസെന്നാ. രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി? പെട്ടെന്ന് വേണമായിരുന്നു. ഓക്കെ. ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആൾ വരും. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാ മതി. നീ വേഗം പോട്ട് റെഡിയാ. രാവിലെ മീറ്റിങ്ങുകളല്ലേ. ഓഹോ, അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. അല്ല ജെറി, ഞാൻ ഇത് പ്രശ്നമില്ല. ഇല്ല കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കോളന്നേ. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും. അറിയാലോ, കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ട് കഷ്ടമുള്ളൂ. നമസ്കാരം. ഒന്ന് നിന്നേ.
നിങ്ങൾ ഭാര്യമാര് തമ്മിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് വാ. ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയി വരാൻ വലിയ പാടായിരിക്കും ഇല്ലയോ? ചെല്ലപ്പോ അപ്പൊ ഈ നാവ് കാരണം പല്ലിനാണല്ലോ സാറേ കിടക്ക പ്രതിയോട്. അയ്യോ വയസ്സായ കാലത്ത് ചാവാ നടക്കാം. ആ അച്ചായനൊക്കെ എന്തൊരു സാമൂഹ്യ ദ്രോഹിയാടാ. നമ്മൾ വെറുതെ സംസാരിച്ചോണ്ടിരുന്ന അയാളൊന്ന് പെട്ടെന്ന് വഴക്കാക്കി മാറ്റി. പ്രിയയുടെ വളവളന്നുള്ള സംസാരം കേട്ടാ ആർക്കും വഴക്കാണെന്നേ തോന്നുള്ളൂ. ഏയ് ഞാൻ പ്രിയെ കുറ്റം പറയില്ല. പ്രിയെ പോലെ ഇത്രയും വൃത്തിയൊക്കെ നോക്കുന്ന ഒരാളിന് ഇത്രയും ചപ്പും ചവറ കാണുമ്പം സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യൂടാ. ഏട്ടാ സാർ വിളിക്കുന്നുണ്ടല്ലോ. ആ ഹലോ സാർ. ഈ ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡാണ് മാഡം. ആണല്ലേ? എന്നാ ഇത് മതി, അത് വേണ്ട. താങ്ക് യു. ഇനി നമുക്കേ നമ്മുടെ വർക്ക് ഷെഡ്യൂളിനെ കുറിച്ച് ഈ പ്രണയ നിമിഷങ്ങളിൽ ഞങ്ങളെ ഒഴിവാക്കി തരണം. ആ ശരിയാണ് സാർ. ഇപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും അവർക്കൊക്കെ എന്നോട് പ്രണയം തോന്നും. എന്നിട്ട് ആ പ്രേമൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതൊന്നും പരിപാടി നടക്കൊന്നുമില്ല. നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലേ. ഹലോ ഒരു മിനിറ്റ്. ഹലോ ബിസിയാണോ? എടി ഞാൻ മീറ്റിംഗില്ല. കാര്യം പറ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പറ നീ. വീട്ടിൽ വന്നിട്ട് പറയാം. ഓക്കെ ഒരു സർപ്രൈസാ. ഓക്കെ. ഈ തലയിലൊക്കെ നേര. അതെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം. എന്തു പറ്റി? ഏയ് പ്രശ്നമൊന്നുമില്ല. എന്താ ഗുഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞത്. സർപ്രൈസ് ആണ്. വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു. സർപ്രൈസ്, ഗുഡ് ന്യൂസ്, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം. അപ്പോ എന്തായിരിക്കും? വേറെ നല്ല ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അവനൊരു കൊച്ചുണ്ടാവാൻ പോവാന്ന്. ആണോ? ഏയ് എന്തേ വല്ല ഡൗട്ട് ഉണ്ടോ? കൺഗ്രാറ്റ്സ്. പെട്ടെന്നേ ഞാൻ പറയണോ? അല്ലല്ല, ഇവിടെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇയാളോട് ഇരിക്കും. ഓക്കെ ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം. ശരി. ജെറി ചെലവ് വേണേ. ആദ്യം വരവുണ്ടാവട്ടെ എന്നിട്ടല്ലേ ചെലവ് അല്ലേ? പെട്ടെന്ന് ആയിക്കോ, താമസിക്കണ്ട. സാറിന് കല്യാണം കണ്ട് എത്ര വർഷമായി? കഷ്ടം. ഇവിടെ ഇപ്പം എന്തിനാ മീറ്റിംഗ് കിടക്കണേ? പൊടിയുണ്ട് ഇവിടെ ഒക്കെ അല്ലേ? തുടക്കണം. അങ്ങനെയാണോ? ഹലോ നമസ്തേ. നിറഞ്ഞ മനസ്സോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചേടാ അളിയനും ഭാര്യയൊക്കെ ആദ്യമായിട്ട് വരുമല്ലോ. ഒരു ഓളോ ഉത്സവമൊക്കെ വേണ്ടേ? അല്ലയോടി? പിന്നല്ലയോ. അന്ന് നിങ്ങളുടെ ആ ഒളിച്ചോട്ടേ. അതിനുശേഷം ഇന്ന് ഈ ചായനെ ഈ ഒരു മൂടി കാണുന്നേ. പറഞ്ഞില്ലായിരുന്നു, എപ്പോഴും ടെൻഷനായിരുന്നു. എല്ലാരോടും ചുമ്മാ തന്നെ ഷൗട്ടിങ്ങാ. മൊത്തത്തിൽ ആളങ്ങ് ഡള്ളായി. BP ഷൂട്ട് ചെയ്ത് ഹോസ്പിറ്റലിലും കടന്നു ഒരു ദിവസം. ആണോ? നീ വെറുതെ അവരുടെ BP കൂടെ കൂട്ടാതെ. നിന്റെ കൊളീഗ് ഇപ്പൊ ട്രാൻസ്ഫർ ആയി എബിയില്ലേ? പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വില്ല വാങ്ങിയതും നന്നായിട്ട് സെറ്റിലായതും ആകെ അങ്ങ് സന്തോഷമായി. ഇനി ഒരു സത്യം പറയാം. ആ കെട്ട നാറി പന്ന പെരട്ട കച്ചട താടിക്കാരൻ, സോറി മോളെ, അവന്റെ കയ്യിലാണ് ഞാൻ ഇവിടെ പിടിച്ചു കൊടുത്തതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്റെ അളിയനാണെന്ന് പറഞ്ഞ് ആ എച്ചി കണക്ക് പറയുന്നവനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? അയ്യേ, ഇത്രയൊക്കെ സുതിച്ചിട്ടും കല്ലുപോലെ നിൽക്കുന്ന കണ്ടില്ലേ? വാ തുറന്ന് എന്തെങ്കിലും പറയണിയാ. എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ മുംബൈയിലാണ്. ഇവളുടെ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും. ഞങ്ങളാകെ ഒരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റിയൂണിയൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇതിപ്പോ ജെറി പറഞ്ഞതുപോലെ റീയൂണിയൻ ദിവസമാണ്. നമ്മൾ വീട് വരെ ഒന്ന് പോകുന്നു, അമ്മച്ചി ഒന്ന് കാണുന്നു, തിരിച്ചു വരുന്നു. അയ്യോ അല്ല, മാധവും ഇവളെല്ലാം പറഞ്ഞു വേഗം തിരിച്ചു വരാന്നേ. അവിടെ എല്ലാരും കാത്തിരിക്കുക. ആ ജെറി ഞാൻ വന്നിട്ടോ. പ്രിയ നീ റെഡിയായോ? ആ, ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, അന്നയ്ക്കൊരു ചുരിദാർ, ജെറിക്കൊരു ഷർട്ട്.
അന്ന നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തേ? എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ ഇത് പോയി ചോദിക്കാനും നിൽക്കണ്ട കേട്ടോ. ചിലപ്പോ എല്ലാവരുടെയും മുമ്പ് വെച്ച് അങ്ങനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചുമ്മാ ചുമ്മാതല്ല, അത് വലിച്ചിട്ടാ. ഒന്ന് പോയേ. വിട്ടേ, സമയമില്ല, പോ. സമയമില്ല അല്ലേ? അന്ന, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഞാനാണ് വിളിച്ചു നോക്കട്ടെ. ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എങ്കിൽ നമ്മളോട് പറയില്ലേ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അബുവിനെ വിളിച്ച് ചോദിക്കാം. ഹലോ. ആ അബു, പാർട്ടിയൊക്കെ എന്തായി ഭായി? ജെറി നിന്നെ വിളിച്ചോ? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ? വിളിച്ചിട്ടില്ല അബുവിനെ. ഹലോ ഹലോ. ഇപ്പോൾ ഡയൽ ടോൺ സബ്സ്ക്രൈബ് ചെയ്യാം. 15 ദിവസത്തേക്ക് വെറും 20 രൂപയ്ക്ക്. ശരിയാണ്. സ്പീക്കറിലിട്. ഹലോ, എവിടെയാടാ മനുഷ്യൻ വെറുതെ ടെൻഷൻ അടിച്ചാകെ? ജെറി ഹോസ്പിറ്റലാണോ? അവക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ജെറി? എടാ ഞാനിവിടെ അന്നയുടെ വീട്ടിലാ. പാട്ട് നടക്കും ഇവിടെ. ജെറി, ഇവിടെ 15 ഞാൻ വിളിക്കാം. മതി സംസാരിച്ചു. ഏയ് പ്രിയ, ഒരു ഗിഫ്റ്റ്. ഏയ് അതിനെ നശിപ്പിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തല്ലേ, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വേണ്ട, ഇനി അവിടെ ചെല്ലുമ്പോ റെസ്റ്റോറന്റും ഉണ്ടാവില്ല, വല്ല ബന്ധു വീട്ടിലും പോയി കാണും. ഏയ് പ്രിയ, ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തീർന്നപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവരീ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര് ഈ കൊമ്പ്. എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ. എന്താ ആലോചിക്കാൻ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആ അവിടെ കിടന്നാടി.
ഇരിക്കട്ടെ തുറക്കണ്ട. ചെറി